നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ പോകുന്നു. ഓരോ ടീമുകളുടെയും അനാലിസിസ് നമ്മൾ ചെയ്തു വരികയാണ്. മിക്ക ടീമുകളുമായി കഴിഞ്ഞു. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ മലയാളികളുടെ പ്രിയപ്പെട്ട ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ്. സഞ്ജു പോയതുകൊണ്ട് കുറേ ആളുകൾ അവിടെ നിന്ന് കൂട്ടത്തോടു കൂടി CSKയിലേക്ക് പോയിട്ടുണ്ടാകാം. എന്നാലും കുറേ ജെന്യൂൻ ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസ് ആരാധകരും നമ്മുടെ ഇടയിലുണ്ട്. ഏതായാലും സഞ്ജു പോയതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം റയാൻ പരാഗ് തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായല്ലോ. അദ്ദേഹം പറഞ്ഞു, സഞ്ജു ഭയ്യയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള കളിക്കാരനാണ്. വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഒക്കെ പോലെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കളിക്കാരനാണ് സഞ്ജു സാംസണും എന്നാണ് അന്ന് റിയാൻ പരാഗ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഇനി അതിനെക്കുറിച്ച് വേറെ ചർച്ചയ്ക്ക് തരമുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മൾ എന്താണ് രാജസ്ഥാൻ റോയൽസിൻ്റെ മാറ്റം, രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ സ്ക്വാഡിലേക്ക് വന്നു, സാം കറണ സ്ക്വാഡിലേക്ക് എടുത്തു. പക്ഷേ സാം പരിക്കേറ്റ് റൂൾഡ് ഔട്ടായി. അത് തിരിച്ചടിയാണ്. പകരം ദാസുൻ ഷനാക്കയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡൊണാവൻ ഫെഡീറയെ സ്ക്വാഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രവി ബിഷ്ണോയിയെ അവർ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ബൈ ആയിട്ട് അവർ എത്തിച്ചിട്ടുണ്ട്. റിയാൻ പരാഗിനെ ഫുൾ ടൈം ക്യാപ്റ്റനായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ സഞ്ജു പരിക്കേറ്റ് കളിക്കാതിരുന്ന മത്സരങ്ങളിൽ നായകനായിരുന്നത് റിയാൻ പരാഗ് ആയിരുന്നു എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ സ്ക്വാഡൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. ആദ്യം ബാറ്റേഴ്സായിട്ട് സ്ക്വാഡിൽ ആരൊക്കെയാണെന്ന് നോക്കാം. സ്ക്വാഡിൽ ബാറ്റേഴ്സായിട്ട് പ്രധാനമായിട്ടും വൈഭവ് സൂര്യവംശി പയ്യൻ എങ്ങനെ കളിക്കും എന്നുള്ളതാണ് ആരാധകർ ഇത്തവണയും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് അദ്ദേഹം ചില ഗ്ലിംസസ് തന്നിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ A ടീമിനായിട്ടും ഇന്ത്യയുടെ അണ്ടർ-19 ടീമിനായിട്ടൊക്കെ വിദേശ ബൗളർമാരെ അടിച്ച് പരത്തി കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ ഇറങ്ങുന്നത്. വൈഭവ് സൂര്യവംശി അവരുടെ ഒരു വജ്രായുധമാണ്. കൂടാതെ അമൻ റാവു പഴാല, ഷിംറോൺ ഹെറ്റ്മയർ ഇപ്പോൾ നമ്പർ 3 വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി കളിച്ചത്. നല്ല ഫോമിലായിരുന്നു. ശുഭം ദ്യൂബെ, യശ്വസി ജയ്സ്വാൾ, ധ്രുവ് ജുറൽ, ഡൊണാവൻ ഫെഡീറ, ഡ്രീ പ്രറ്റാരിയസ്, രവി സിംഗ്. ഇതാണ് അവരുടെ ബാറ്റർമാർ. ഓൾറൗണ്ടർമാരായിട്ട് രവീന്ദ്ര ജഡേജ, റിയാൻ പരാഗ്, സാം കറണില്ല, ദാസുൻ ഷനാക്ക. ബൗളേഴ്സായിട്ട് ആദം മിൽനെ, ബ്രിജേഷ് ശർമ്മ, ജോഫ്രെ ആർച്ചർ, കുൽദീപ് സെൻ, ക്വാനം അഭാക്ക, നാന്ദ്രെ ബർഗർ, രവി ബിഷ്ണോയി, സന്ദീപ് ശർമ്മ, സുശാന്ത് മിശ്ര, പിന്നെ തുഷാർ ദേശ് പാണ്ഡെ, വിഘ്നേഷ് പുത്തൂര്, യാഷ് രാജ് പുഞ്ച, യുദ്വീർ സിംഗ് ചാരക്ക്. ഇതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ സംശയം, സ്ട്രോങ് ഇന്ത്യൻ ബാറ്റിംഗ് സ്പൈനുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സ്ട്രോങ് ഇന്ത്യൻ ബാറ്റിംഗ് സ്പൈൻ, യെസ്, യശസ്വി ജയ്സ്വാളും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പയ്യൻ വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഒരു കിടുക്കൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട്. പിന്നാലെ ധ്രുവ് ജുറലിനെ പോലെയുള്ള റിലയബിൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ വരാനുണ്ട്. റിയാൻ പരാഗ് പഴയ പോലെയല്ല, വെടിക്കെട്ട് നടത്താൻ കപ്പാസിറ്റിയുള്ള നായകനാണ്. അതുപോലെ തന്നെ ഇപ്പം ശുഭൻ ദ്യൂബെ ഒരു പക്ഷേ അധികം അവരുടെ ബാറ്റിംഗ് പൂളിനെ ഒന്നുകൂടി സ്ട്രെങ്ത് ആക്കുന്നതാണ്. അപ്പം ഇന്ത്യൻ ബാറ്റർമാരുണ്ട്. പിന്നെ രവീന്ദ്ര ജഡേജയെ പോലുള്ള ഓൾറൗണ്ടേഴ്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞാൽ ഇന്ത്യൻ കോർ ബാറ്റിങ്ങിനെ സംരക്ഷിച്ച് നിർത്താനുണ്ട്. അതോടൊപ്പം തന്നെ കൂടാതെ വിദേശ താരങ്ങൾ, ഷിംറോൺ ഹെറ്റ്മയർ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്പർ 3 അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ബാറ്റ് ചെയ്തതെന്ന് മാത്രമല്ല മികച്ച ഫോമിലുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഏത് പൊസിഷനിൽ കളിപ്പിക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ് ഇത്തവണ എന്ന് പറയേണ്ടി വരും. ഓൾറൗണ്ടേഴ്സിൻ്റെ സാന്നിധ്യമാണ് അങ്ങനെ തോന്നാനുള്ളൊരു കാരണം. രവീന്ദ്ര ജഡേജ കറൺ ഔട്ടാണ്, എന്നാലും ദാസുൻ ഷനാക്ക അത് സ്വാഭാവികമായിട്ടും അവരുടെ ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒരുപോലെ സഹായിക്കും. പിന്നെ അറിയാലോ റിയാൻ പരാഗുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ രവീന്ദ്ര ജഡേജ സമീപകാലത്ത് അത്ര മികച്ച ഫോമിലല്ല, പഴയ ജഡേജ അല്ല ഇപ്പോഴുള്ളതെന്നൊക്കെ പറഞ്ഞാലും ആ എക്സ്പീരിയൻസ് ടീമിന് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.
അദ്ദേഹം ഒരു ഭാഗത്തു നിന്ന് വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞങ്ങ് പോകും. പിന്നെ ബാറ്റ് കൊണ്ടും കഴിയാവുന്ന കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തും എന്ന് തന്നെ കരുതാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡായിട്ട് അവർ ഇത്തവണ മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അവരുടെ ബൗളിംഗ് വെറൈറ്റി അക്രോസ് ദി ഫേസസ് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ബൗളിംഗ് വെറൈറ്റി ഉണ്ട്. ആർച്ചറുടെ ജെനുവിൻ സ്ട്രൈക്ക് പേസ് എതിരാളികളെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ അടിയും കിട്ടും. രണ്ടും സംഭവിക്കാം, രണ്ടും പറയണമല്ലോ. സോ ആർച്ചർ ഇപ്പോൾ ഈ വേൾഡ് കപ്പിലൊക്കെ നന്നായിട്ട് അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അദ്ദേഹം എതിരാളികളെ ഭയപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള പേസ് ബോളറാണ്. നേരെ ഓപ്പോസിറ്റ് സന്ദീപ് ശർമ്മ അവിടെയുണ്ട്. ഡെത്ത് ഓവറുകളിൽ മനോഹരമായിട്ട് സഞ്ജു സാംസൺ ഉപയോഗപ്പെടുത്തിയിരുന്നു സന്ദീപ് ശർമ്മയെ എന്ന കാര്യം ഓർക്കുക. അദ്ദേഹം ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ രവി ബിഷ്ണോയി, ഒരു സംശയവും വേണ്ട, മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് ഹണ്ടറായിട്ട് അദ്ദേഹത്തെ അവർ ഉപയോഗപ്പെടുത്തും. ജഡേജയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് നിന്ന് ഓവറുകൾ അങ്ങനെ എറിഞ്ഞ് കടന്നു പോകാനും പറ്റും. കറന്നില്ല എന്നുള്ളത് വീണ്ടും ഒരു നിരാശയാണ്. അദ്ദേഹത്തെ കൊണ്ടും കുറച്ച് നല്ല രൂപത്തിൽ ഓവറുകൾ എറിഞ്ഞ് പോകാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഷനാക്ക ആ റോൾ ഏറ്റെടുക്കുന്നു വെക്കാം. പിന്നെ നോക്കുക, ബർഗർ, മഫാഖ, മിൽനെ, ഇവരൊക്കെ ടീമിന് സർഫേസിൻ്റെ സ്വഭാവം അനുസരിച്ച്, പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് എക്സ്ട്രാ പേസ് ബൗളിംഗ് ഓപ്ഷൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ സംഗതി വളരെ കൃത്യമാണ്. കുറച്ചുകൂടി മികച്ച രൂപത്തിലുള്ള സ്ക്വാഡായിട്ട് അവർ മാറിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അവരുടെ വീക്ക്നെസ് ഇതെല്ലാം പെർഫെക്റ്റായ സ്ക്വാഡാണെന്നല്ല, വീക്ക്നെസ് ഉണ്ടോ, സ്റ്റിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഓവറോൾ നമ്മൾ അവരുടെ ബാറ്റിംഗ് ബാലൻസൊക്കെ ഓക്കെ ആണ് എന്ന്, അവരുടെ സ്ക്വാഡ് ബാലൻസൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാലും ബാറ്റിങ്ങിൽ ഇവിടെ ചില പ്രശ്നങ്ങളില്ല എന്ന ചോദ്യമുണ്ട്. ജയ്സ്വാൾ ഓപ്പൺ ചെയ്യുന്നു, പരാഗ് മിഡിൽ ഓർഡറിലായിരിക്കും, ജുറൽ അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ഉണ്ടാവും. ഷിംറോൺ ഹെറ്റ്മയറാണ് അവരുടെ ഒബ്വിയസ് ഫിനിഷർ. പക്ഷേ നമുക്കറിയാമല്ലോ, വെസ്റ്റ് ഇൻഡീസിൽ അദ്ദേഹം കളിച്ചത് വ്യത്യസ്തമായിട്ടുള്ള റോളിലായിരുന്നു. അങ്ങനെ വ്യത്യസ്ത റോളിൽ അദ്ദേഹത്തെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാണ് പ്രധാനപ്പെട്ട ഫിനിഷറായിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഫെറീറ അദ്ദേഹം ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കുമോ, അതല്ല മാച്ച് പിക്കായിട്ട് അദ്ദേഹം ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. ജഡേജയുടെ ആ ഒരു ബാറ്റിംഗ് ഇൻഫ്ലുവൻസ് പഴയ പോലെ ഇപ്പോഴുണ്ടോ എന്ന ചോദ്യം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ബാറ്റിങ്ങിൽ അവിടെ ഇവിടെ ചില കല്ലുകടികളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതവർക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി ആർച്ചറുടെ കാര്യം പറഞ്ഞു. മറ്റ് താരങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ് പ്രധാനമായിട്ടും അവരുടെ മുന്നോട്ട് പോക്കുണ്ടാവുക. ജോഫ്രെ ആർച്ചർ തന്നെയാണ് അവരുടെ ടോൺ സെറ്ററായിട്ടുള്ള ബൗളർ. പിന്നെ മിൽനെ, ബർഗർ, മഫാക്ക അവരുടെ ഒരു ഫയർ പവർ അവർ ആഡ് ചെയ്യും. പക്ഷേ അവർ ഓട്ടോമാറ്റിക്കലി ഒരു മിന്നും പ്രകടനം ഫുൾ സീസണിൽ നടത്തും എന്ന് പ്രോമിസ് തരാൻ പറ്റുന്ന തരത്തിലുള്ള താരങ്ങളല്ല എന്ന കാര്യം കൂടി നോക്കുക. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ അവർ പല വീക്കുകളിൽ ബൗളിംഗ് നിരയിൽ മാറ്റം വരുത്തേണ്ടി വരും. അത് ടീമിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസി മികവ് നമുക്കറിയാം. ആ സഞ്ജുവിന് പകരം റിയാൻ പരാഗിനെ ക്യാപ്റ്റനായിട്ട് വെക്കുമ്പോൾ എന്ത് പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന കളികൾ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും അദ്ദേഹം എന്ത് തരത്തിലുള്ള പെർഫോമൻസ് പുറത്തെടുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മോശമല്ലാത്ത സ്ക്വാഡുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്ത് ത്രട്ടണായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഒരു പസില് പോലെ അവരുടെ ബാറ്റിങ്, ഈ ബൗളിങ് ഒക്കെ നോക്കിക്കൊണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുക, ആർച്ചർ, ഹെറ്റ്മയർ, ഷനാക്ക, ബർഗർ, പ്രിട്ടോറിയസ്, ഫെറീറ, മിൽനെ, മഫാക്ക. ഇതൊരു അർത്ഥത്തിലൊരു ലവ്ലി പ്രോബ്ലമാണ്. ഇതിൽ ആരെയൊക്കെ 4 പേരെ ആദ്യ 11 ഇറക്കുമെന്നുള്ളത്. എന്തായാലും പിച്ചിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് അവരതിൽ തീരുമാനമെടുക്കുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബബിൾ 11ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്യും. നമ്പർ 3 റിയാൻ പരാഗ് വരുമെന്ന് കരുതാം. ഇനി അതല്ല അവിടെ ഹെറ്റ്മയർ വിടുമെന്ന് കണ്ടറിയണം. ദെൻ ധ്രുവ് ജുറൽ വരും. ഹെറ്റ്മയർ നമ്പർ 5 വരുമെന്ന് കരുതാം. ദെൻ ഡൊണാവൻ ഫെറീറ, രവീന്ദ്ര ജഡേജ വരുന്നു. അതിനുശേഷം ഷനാക്ക, ദെൻ ജോഫ്രെ ആർച്ചർ, രവി ബിഷ്ണോയി, തുഷാർ ദേശ്പാണ്ഡെ, ഇമ്പാക്റ്റ് സബ്ബായിട്ട് സന്ദീപ് ശർമ്മയെയും പ്രതീക്ഷിക്കണം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. ഏതായാലും സ്ക്വാഡിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. മോശമല്ലാത്ത സ്ക്വാഡ് തന്നെ ഇത്തവണ അവർക്കുണ്ട്. വൈഭവ് സൂര്യവംശിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന താരം. എന്തായാലും
നിങ്ങളുടെ അഭിപ്രായം രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.